ഹായ്, ഇന്ന് നമുക്ക് ക്യൂട്ടായിട്ടുള്ള ഈ ഒരു ഫോട്ടോ ഫ്രെയിം ഉണ്ടാക്കി വയ്ക്കാമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ നമുക്ക് കുറച്ച് ടിഷ്യൂ ടെക്സ്ചർ ഉണ്ടാക്കണം. അപ്പോൾ കുറച്ച് വെള്ളത്തിൽ ടിഷ്യൂ സോക്ക് ചെയ്യാൻ വെക്കാം. പിന്നെ നമ്മൾ കുറച്ച് കാർഡ്ബോർഡ് പീസസാണ് കട്ട് ചെയ്തെടുക്കേണ്ടത്. കട്ട് ചെയ്തെടുത്ത കാർഡ്ബോർഡ് പീസസിൽ ഒരേ സൈസിലുള്ളതൊക്കെ ഒന്ന് ഒട്ടിച്ചൊട്ടിച്ച് കൊടുക്കുക. എന്നിട്ടൊരു ഫ്രെയിം പോലെ വെച്ച് നോക്കുക. അതിനുശേഷം അതിൻ്റെ ഉള്ളിലൊരു ഗ്യാപ്പ് വരാൻ വേണ്ടിയിട്ട് വേറെ ചെറിയ പീസസും കൂടെ 3 സൈഡിലായിട്ടും ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ആ ഓരോ പീസസും അതിന് മുകളിലായിട്ട് ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്തത്. ഇവിടെ എനിക്ക് വന്ന ഫസ്റ്റ് മിസ്റ്റേക്ക് എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരൊറ്റ ഫ്രെയിം പോലെ ആയിട്ട് കട്ട് ചെയ്തെടുത്താൽ മതിയായിരുന്നു. ഇങ്ങനെ കഷ്ണം കഷ്ണമാക്കേണ്ടിയില്ല. ഏതായാലും തുടങ്ങിയില്ലേ, ഇനിയിപ്പോൾ എന്തെങ്കിലുമൊക്കെ ചെയ്ത് വെച്ചിട്ട് നമുക്കതങ്ങ് സെറ്റാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ആ മുകളിൽ വരുന്ന ആ 2 പോർഷനിൽ നമ്മൾ മാസ്കിംഗ് ടേപ്പ് ഒട്ടിച്ചു കൊടുത്തു. പിന്നെ നമ്മൾ എന്ത് ചെയ്തു, ആ ഫ്രെയിമിൽ മൊത്തമായിട്ട് മാസ്കിംഗ് ടേപ്പ് ഒട്ടിച്ചു കൊടുത്തു. അപ്പോഴേക്കും നമ്മൾ ടിഷ്യൂ ഒക്കെ നന്നായി സോക്കായി വന്നിട്ടുണ്ടായിരുന്നു. അതിലോട്ട് അക്രൈലിക് കളറും അതുപോലെ തന്നെ പശ ആഡ് ചെയ്ത് നന്നായി മിക്സ് ചെയ്തിട്ട് ആ ഒരു ഫ്രെയിമിൽ മുകളിൽ വരുന്ന രീതിയിലായിട്ട് നമ്മളൊന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ. ടിഷ്യൂ ടെക്സ്ചറൊക്കെ കംപ്ലീറ്റ് ആയിട്ട് ഫ്രെയിമിൽ ഒട്ടിച്ചു. ഉണങ്ങിയെടുത്തതിന് ശേഷം നമ്മളത് പെയിൻറ്റ് ചെയ്തെടുത്തു. പെയിൻറ്റ് ഡ്രൈ ആയപ്പോൾ നമ്മൾ അതിൽ കുറച്ച് ചാംസൊക്കെ ഒട്ടിച്ചു കൊടുത്തു. അതിനുശേഷം നമ്മുടെ കയ്യിൽ ഫോട്ടോ ഒന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ നമ്മൾ പാറ്റേൺ പേപ്പറിൽ നിന്നൊരു പീസ് കട്ട് ചെയ്തെടുത്തിട്ടാണ് അതിൻ്റെ ഉള്ളിലോട്ട് അറ്റാച്ച് ചെയ്ത് കൊടുത്തത് കേട്ടോ. അപ്പോൾ നമ്മുടെ ക്യൂട്ടായിട്ടുള്ള ഫോട്ടോ ഫ്രെയിം ഇവിടെ സെറ്റായിട്ടുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ.